നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. ഒടുവിൽ ഇപ്പോൾ ശബരിമല കൊള്ളക്കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്താണ്. കാരണം പ്രശാന്ത് സംശയമുന്നിലായിരുന്നു. 2 തവണ ചോദിച്ചു. 2025 വീണ്ടും സ്വർണ്ണ പാളി അത് സ്വർണം പൂശാൻ വീണ്ടും കൊണ്ടുപോയ ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ പ്രശാന്ത് അറസ്റ്റിലായിരിക്കുന്നത്. അറിഞ്ഞു വെച്ചുകൊണ്ട് പ്രശാന്ത് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നാണ് അന്ന് SIT പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ ചാർജ് ഷീറ്റ് വരുമ്പോൾ എന്തൊക്കെയാണ് പ്രശാന്തിനെതിരെ അവർ ജാമ്യം ലഭിക്കാതിരിക്കാൻ പറഞ്ഞിരിക്കുന്ന പ്രശാന്തിൻ്റെ പങ്ക് എന്താണെന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. പക്ഷേ SIT ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ ശേഷം ആണ് ഇപ്പോൾ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടുന്ന് അങ്ങോട്ട് ഒരു മേലോട്ടൊരു അന്വേഷണത്തിൻ്റെ ഒരു പുരോഗതി ഉണ്ടാകുമോ എന്നതിൽ ഇനിയും സംശയമുണ്ട്. കാരണം കേസ് ഒരുപാട് മാസങ്ങൾ എത്തിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ വെള്ളം മുഴുവനും ഒഴുകിപ്പോയിട്ടെ കുത്തിയൊലിച്ചു പോയി വെള്ളം അത്രയും, പിന്നെ അണ കെട്ടിയിട്ട് എന്ത് പ്രയോജനം? ഇതാണ് അതാണ് ഈ കേസിൽ ചോദിക്കാനുള്ളത്. ഈ കേസിൻ്റെ തുടക്കം തൊട്ട് പ്രതികളെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു നിലപാടാണ് അന്വേഷണ സംഘം സ്വീകരിച്ചത് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് ആരെയെല്ലാം അറസ്റ്റ് ചെയ്തു? പത്മകുമാർ മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PS പ്രശാന്തിനെ വരെ അറസ്റ്റ് ചെയ്തു. പ്രശാന്തും ഇപ്പം റിമാൻഡിലാവും. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. സ്വാഭാവിക ജാമ്യം കിട്ടാനുള്ള വഴിയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വകുപ്പുകൾ ഏതൊക്കെയാണ് ചുമത്തിയിരിക്കണമെന്ന് നമുക്കറിയില്ല. ഈ പറഞ്ഞതുപോലെ വാർത്ത പൂർണ്ണമായിട്ടും വരാത്തത് കൊണ്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിലും റിമാൻഡിലായി സ്വാഭാവിക ജാമ്യത്തിന് കുറ്റപത്രം കൊടുക്കാൻ വൈകും. അങ്ങനെ സ്വാഭാവിക ജാമ്യം കിട്ടാനുള്ള ഒരു വഴിയാണ് ഈ കേസിൽ ഉള്ളത്. കേസ് കടുത്തത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഈ കേസ് പരിഗണിക്കുന്ന ഏത് കോടതിക്കും പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടും. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞ അന്വേഷണത്തിന് അവർ തന്നെ താല്പര്യമെടുത്ത് നിയോഗിച്ച അന്വേഷണ സംഘമാണ്. പക്ഷേ ആ അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഭരണാധികാരികളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ സർക്കാർ കാലത്ത് ഇങ്ങനെ ടേം വെച്ച് ഓരോ ഇടവേള കൊടുത്തുകൊണ്ട് ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ അറസ്റ്റ് ചെയ്ത് വാർത്തകളിൽ ഇങ്ങനെ ഇത് നിറഞ്ഞു നിൽക്കുന്നതല്ലാതെ ഈ കാര്യത്തിൽ ക്രിയാത്മകമായ ഒരു നടപടിയും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടില്ല. ഈ സർക്കാരിൻ്റെ കാലത്ത് ഇവരെ അധികാരത്തിൽ കയറിയിട്ട് 60 ദിവസമായി. തുടക്കത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞതാണ്, ഒരു കുറ്റവാളിയെയും ഒരു പ്രതിയെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല, എല്ലാവരെയും പൂട്ടും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരർത്ഥത്തിൽ മറ്റത് ഒരു അവിശ്വാസികളുടെ സർക്കാരാണെങ്കിൽ ഇത് വിശ്വാസികളുടെ സർക്കാരാണ്. അപ്പോൾ K മുരളീധരനെ പോലെയുള്ളവർക്കൊക്കെ ഈ കാര്യത്തിൽ വളരെ ശക്തമായ പ്രതിഷേധവും പരാതിയും ഒക്കെ ഉണ്ട് ഈ അന്വേഷണം സംബന്ധിച്ച്. പക്ഷെ എന്തുകൊണ്ടോ ഇവിടെയും കാര്യങ്ങൾ മെല്ലെ പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാർ അധികാരത്തിൽ കയറിയത് 102 സീറ്റുമായിട്ട് അധികാരത്തിൽ കയറിയതിൻ്റെ പിന്നിലെ പ്രധാന കാരണം, ഇടത് സർക്കാരിനുണ്ടായ ഈ കനത്ത തിരിച്ചടിയുടെ പ്രധാന കാരണം ഇത് രണ്ടും ഒന്നാണ്. അത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാവരും തോറ്റുപോയത്. അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ തോറ്റു, വാസവൻ തോറ്റു, അല്ലേ? ഒരുപാട് പേര് തോറ്റു. ആ തോറ്റത് കാരണം കേരളത്തിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ വോട്ട് സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ നിർണായകമായിരുന്നു. എന്നാൽ അവർ ഈ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചതൊക്കെ അവർ ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ടെന്നും അതൊരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നേതൃത്വത്തിൽ നടന്ന ഒരു കാര്യമാണെന്നും ഒക്കെ ജനങ്ങൾ അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള അവർക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയ്യപ്പൻ്റെ സ്വർണം ഇങ്ങനെ, മറ്റതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ സംഭവിക്കുന്നതാണ്, അത് പോട്ടെ സാരമില്ല എന്ന് വെച്ചു. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയിൽ ജനങ്ങൾ ക്ഷമിക്കാൻ തയ്യാറല്ല. അത് വളരെ കൃത്യമായിട്ട് നോക്കൂ. ഇത് മാത്രമല്ല, നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും കണ്ടുകൊണ്ടിരുന്നതാണ് ഈ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ പോലീസ് മാരകമായിട്ട് 2 ചെറുപ്പക്കാരെ ഇങ്ങനെ മർദ്ദിക്കുമ്പോൾ, ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കുമ്പോഴൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെ ഹൃദയം വേദനിക്കില്ലേ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മനസ്സ് നോവില്ലേ?
അതാണ് കേരളത്തിൽ ഈ വോട്ടെടുപ്പ് ദിവസം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. സ്ത്രീകളുടെ നീണ്ട നിരയായിരുന്നു. സ്ത്രീകൾ ഒന്നടങ്കം വീട്ടിലിരുന്ന ഒരു എനിക്ക് വയ്യ വോട്ട് ചെയ്യാൻ, ഈ കുറി ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾ ഇത്തവണ നിരയായിട്ട് വന്നു നിന്ന് വോട്ട് ചെയ്തു. അത് ഈ സർക്കാരിനെതിരായ പ്രതിഷേധമായിരുന്നു. അതിലൊരു പ്രധാന ഒരു പ്രതിഷേധത്തിന് കാരണമായൊരു സംഗതി എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ. അടുക്കള ബഡ്ജറ്റൊക്കെ താറുമാറായി, വിലക്കയറ്റമുണ്ട്, ഇതെല്ലാം എല്ലാവരും അംഗീകരിച്ചു, അതൊക്കെ ശരിയാണ്. അവിടെയൊക്കെ കുറേയൊക്കെ പ്രതിഷേധം ജനങ്ങൾക്കുണ്ടാകും. പക്ഷെ അതിനുമൊക്കെ അപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള പിണറായി സർക്കാരിൻ്റെ വാട്ടർലൂ ആയി എന്നുള്ളതാണ് സത്യം. ആ വാട്ടർലൂ ആയതിനെ മുതലെടുത്തുകൊണ്ടാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നത്. BJPക്ക് 3 സീറ്റ് കിട്ടിയതിലും തീർച്ചയായിട്ടും സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒരു സംഭാവനയുണ്ട്. അവർ ജയിച്ച സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും കടകംപള്ളിക്കെതിരായിട്ട് അതിരൂക്ഷമായ മത്സരം നടന്നിട്ട് പോലും 3 പേരും കട്ടക്കട്ടയ്ക്ക് അവിടെ മത്സരിച്ചു, അല്ലേ? LDFും UDFും BJPയും. എന്നിട്ട് BJP ഏതാണ്ട് 500-നടുത്ത് വോട്ടുകൾക്ക് ജയിച്ചെങ്കിൽ അത് സ്വർണ്ണക്കൊള്ളയുടെ ഇമ്പാക്റ്റ് കൊണ്ട് തന്നെയാണ്, അല്ലാതെ പിന്നെ ഭാഗ്യവും, അല്ലാതെ അത് സംഭവിച്ചതല്ല. ചാത്തന്നൂർ BV ഗോപകുമാർ ജയിച്ചതിലും അത് ചാത്തന്നൂർ എന്നുള്ള വാക്ക് തന്നെ ശാസ്താവിൻ്റെ ഊരെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് ജയിച്ചതും BJPക്ക് മുന്നേറ്റം കുറേയൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചതും എല്ലാം തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയ പങ്കുണ്ട്. ഒരു പക്ഷേ BJP ഇല്ലായിരുന്നുവെങ്കിൽ ഇടതുപക്ഷം ഈ 102 സീറ്റിലല്ല, ഒരു 110-ലധികം സീറ്റുകളിലേക്ക് അവർ ജയിച്ചേനെ എന്നുള്ളതാണ്. ക്ഷമിക്കണം, UDF ജയിച്ചേനെ എന്നുള്ളതാണ്. അപ്പോൾ അത്രയേറെ വലിയൊരു വിഷയം ഇവിടെ നടന്നിട്ട് അതിൻ്റെ അന്വേഷണം ഇങ്ങനെ ലാഗ് ചെയ്യുന്നു, ഇങ്ങനെ ഇഴയുന്നു, കൃത്യമായ ഒരു നടപടികളും വരുന്നില്ല, അറസ്റ്റ് ചെയ്യേണ്ടവരെ ചെയ്യേണ്ട സമയത്ത് അറസ്റ്റ് ചെയ്യുന്നില്ല. വളരെ, ഞാൻ ചോദിക്കട്ടെ, ഈ ആദ്യം ഇത് കൊണ്ടുപോയി സ്വർണ്ണമൊക്കെ ഉരുക്കിയെടുത്തു, എന്നിട്ട് പൂശി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവച്ചു. അതിൽ പിന്നെ വീണ്ടും അത് നിറം മങ്ങിയപ്പോൾ ആദ്യത്തെ കളവ് മറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പൂശാൻ കൊണ്ടുപോയി. അപ്പോൾ ഇത് ആർക്കും മനസ്സിലാകുന്ന പൊട്ടൽ വീണു, നിറം മങ്ങി, ഈ 2 വാക്കുകളാണ് പറയുന്നത്. ഇത് കൂടാതെ ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ഈ പീഠം, ഇതൊക്കെ ഇത് ആരോട് ചോദിച്ചിട്ട് കൊണ്ടുപോയി? നോക്കൂ, നമ്മുടെ നാട്ടിൽ ഹൈക്കോടതിയുണ്ട്, അവിടെ ഒരു ദേവസ്വം ബെഞ്ചുണ്ട്, അവരുടെ അനുമതി ഇല്ലാതെ ഒരു കാര്യം. ഇപ്പം വഖഫ് ബോർഡിൽ മൂലധന ചെലവും നിർണായക തീരുമാനങ്ങളും ഹൈക്കോടതി അറിയാതെ സ്വീകരിക്കരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലവിലെ വഖഫ് ബോർഡ് അത് ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രതികരണം? അതുപോലെയല്ലേ ഈ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ ഈ വിഷയത്തിലും കോടതി, ദേവസ്വം ബെഞ്ച് പറഞ്ഞിരിക്കുന്നു ഞങ്ങളറിയാതെ ഒരു നിർണായക തീരുമാനവും എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് കോടതിയെയും കബളിപ്പിച്ച് കോടതിയുടെ കണ്ണിൽ പൊടിയിട്ട് അവിടെ ഒരു മറയുണ്ടാക്കി ഈ തട്ടിപ്പ് മുഴുവനും നടത്തിയിരിക്കുന്നു. ഇത് നിസാര സംഭവമാണോ? അല്ല. ഇനിയിപ്പോൾ സത്യത്തിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ്, പങ്കജ് ഭണ്ഡാരി, മറ്റേ ജുവല്ലറി ഉടമ ഗൗതം, ഇപ്പം മുരാരി ബാബു മരിച്ചുപോയി, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവരെല്ലാം കയ്യും വീശി നെഞ്ചും വിരിച്ച് നടക്കുകയാണ്. സ്വാഭാവിക ജാമ്യം കിട്ടി, അല്ലേ? എല്ലാവരും കിട്ടി. ഇപ്പോൾ പത്മകുമാറിന് കിട്ടി. പത്മകുമാർ ഇതിനിടയ്ക്ക് തന്ത്രിയെ പിടിച്ചകത്തിട്ടു, തന്ത്രിക്കും സ്വാഭാവിക ജാമ്യം കിട്ടി. ഇത്രയെല്ലാം നടന്നിട്ടും ഇപ്പോഴും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് പറയാൻ, കോടതിയോട് പറയാൻ, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. SIT ഒരു തികഞ്ഞ പരാജയമാണ്. ഇത് തുടക്കത്തിൽ തന്നെ ഇത് 2-3 സംസ്ഥാനങ്ങളിലായിട്ട് നടന്ന ഒരു ക്രൈമാണ്. അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായം മുതിർന്ന വിരമിച്ച പല പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു. അവർ പറഞ്ഞതൊന്നും മാനിക്കാതെ മുന്നോട്ട് പോയി ഈ പിണറായി സർക്കാർ, ഈ കോടതി നിയോഗിച്ച SIT ഒക്കെ ഈ കാര്യത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? വളരെ നിരുത്തരവാദപരമായ ഇടപെടലുകളാണ്, പെരുമാറ്റമാണ്, പ്രവൃത്തിയാണ് ഇവരിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇനി ഇത് CBIയോ മറ്റോ അന്വേഷിച്ചിട്ട് എന്ത് കാര്യം? തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടില്ലേ? തൊണ്ടി മുതൽ ഇതുവരെ പിടിച്ച് എടുത്തിട്ടില്ല. ഈ ഉരുക്കിയ സ്വർണം എങ്ങനെ തിരിച്ചു പിടിക്കും? ഉരുക്കി ഇതിനകത്ത് പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി ഇളക്കിയെടുത്ത് ഉരുക്കി മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് കൊണ്ടുപോയി, അത് വിറ്റ് കാശാക്കി. അപ്പോൾ അതിനി എങ്ങനെ തിരിച്ചെടുക്കും SIT? അപ്പോൾ ഈ കേസ് വാസ്തവത്തിൽ കേസിനെ കൊന്നു.
അതാണ് സത്യം. ഈ തീർച്ചയായിട്ടും. SITയുടെ അന്വേഷണം കേസിനെ കൊന്നു കളഞ്ഞിരിക്കുന്നു. ഈ കുറ്റവാളികൾക്ക് മുഴുവനും രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും ഉണ്ടാക്കിയിട്ട് ഇത് കോടതിയിൽ വരുമ്പോൾ വിചാരണ കഴിയുമ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വിട്ടയക്കുന്നു. കോടതിക്ക് അതല്ലേ തെളിവില്ലാതെ ഒരു കാര്യത്തിൽ കോടതി എങ്ങനെ ശിക്ഷിക്കും പ്രതികളെ? ഈ കോടതിക്ക് ആവശ്യം അവിടെ ആര് ചെയ്തു എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാളും തെളിവുകളാണ്. ഈ ആൾ ഇന്ന കുറ്റം ചെയ്തതായിട്ട് പ്രോസിക്യൂഷന് തെളിയിക്കാൻ പറ്റണം. അങ്ങനെ തെളിയിക്കാൻ തൊണ്ടിമുതൽ ഇതുവരെ കണ്ടെടുക്കാൻ പറ്റിയില്ല. ഈ പ്രശാന്തിന്റെ അറസ്റ്റിന് മുമ്പ് SIT ചെയ്യേണ്ടത് ഭാഗികമായെങ്കിലും നാമമാത്രമായെങ്കിലും ഈ തൊണ്ടിമുതൽ 1 ഗ്രാമെങ്കിലും കണ്ടെടുക്കാൻ പറ്റിയോ? 1 ഗ്രാം സ്വർണമെങ്കിലും കണ്ടെടുക്കാൻ പറ്റിയോ? ഇനി അതുപോലെ മറ്റു ഒരുപാട് വിവാദങ്ങളുണ്ട്. അയ്യപ്പൻ്റെ അംശവടി കാണാനില്ല, അതിൽ സ്വർണം പൊതിഞ്ഞതാണ്, അതെടുത്തോണ്ട് പോയി പിന്നെ തിരിച്ചു കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇത് സംബന്ധിച്ച് ഉയർന്നിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു ചുവട് പോലും മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ദയനീയമായ ഒരു വസ്തുതയാണ്. അവിടെയാണ് ഇപ്പോൾ പ്രശാന്തിൻ്റെ അറസ്റ്റ് ആരുടെയെങ്കിലും മുഖം രക്ഷിക്കാനാണോ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി VD സതീശനും ദേവസ്വം മന്ത്രി K മുരളീധരനും ഒക്കെ എന്തെങ്കിലും ഒരു ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തില്ലേ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്നതാണോ ഇത്? അങ്ങനെ ഒരു സംശയം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇവരോട് നമുക്ക് കുറച്ചുകൂടെ ഈ കാര്യത്തിൽ ഒരു ഗൗരവം ഉണ്ടാകും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവർ 3 പേരും വിശ്വാസികളാണ്. ഇവർ 3 പേരും ശബരിമല പോകുന്നവരാണ്. ശബരിമലയിൽ ദർശനത്തിനായിട്ട്, അല്ലാതെ മന്ത്രിയായിട്ട് അവിടെ പോയി നിൽക്കുന്നതല്ല, പുറംതിരിഞ്ഞു നിന്ന് നാട്ടുകാരെ കാണിക്കുന്നതല്ല, മറിച്ച് അവിടെ ദർശനത്തിന് പോയി ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വിശ്വാസികളും അയ്യപ്പ ഭക്തരും ശബരിമല തീർത്ഥാടകരും ഒക്കെ ഈ സർക്കാർ വന്നപ്പോൾ അവർക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു, ഇത് എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും നടക്കും, ഒന്നും അല്ലെങ്കിൽ കുറച്ച് പോയ സ്വർണം കുറച്ച് തിരിച്ചു പിടിക്കുകയെങ്കിലും ചെയ്യും, ഈ യഥാർത്ഥ കുറ്റവാളികളെ അഴിക്കുള്ളിൽ എത്തിക്കാൻ സാധിക്കും, കേസ് ശിക്ഷിക്കുന്നതൊക്കെ വേറെ. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ പ്രശാന്തിൻ്റെ അറസ്റ്റ് കൊണ്ട് എന്ത് ഗുണം എന്നുള്ളതാണ്. പിന്നെ കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമുക്ക് കോടതിയുടെ നടപടികളെ ഒരിക്കലും ചോദ്യം ചെയ്യുകയല്ല, മറിച്ച് ഈ വിഷയത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന സംശയമാണ് നമുക്ക് ഉണ്ടാകുന്നത്. എന്തായാലും പ്രശാന്തിൻ്റെ അറസ്റ്റ് ഒരു അവസാനമല്ല, തുടക്കവുമല്ല. ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരിയായ വിധത്തിൽ ഈ കേസ് അന്വേഷിച്ചാൽ ഇത് വളരെ പെട്ടെന്ന് ഈ കേസിന് പരിസമാപ്തി ഉണ്ടാക്കാൻ പറ്റും. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ പറ്റും. തെളിവുകളേറെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അന്വേഷണ സംഘത്തിൻ്റെ ഉദാസീനത അക്കാര്യത്തിലുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ സംശയം പൊതുജനങ്ങൾക്ക് മുഴുവനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സർക്കാരും അതിലെ മന്ത്രിമാരും വേണമെന്ന് വെച്ചാൽ അവർക്ക് ഈ കേസിന് ഒരു കൃത്യമായ പരിസമാപ്തി ഉണ്ടാക്കാൻ പറ്റും. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ കഴിയും. ഒരു പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് ഇതിലെ യഥാർത്ഥ പ്രതികളെ 2018 ശേഷം സംഭവിച്ച മുഴുവൻ കെടുകാര്യസ്ഥതയും മോഷണവും മറ്റ് കാര്യങ്ങളുമെല്ലാം മുൻനിർത്തിയുള്ള അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ, യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ കഴിയണം. അവിടെയാണ് SIT മിടുക്ക് തെളിയിക്കേണ്ടത്. അവിടെയാണ് ഈ സർക്കാർ ഭക്തരോടൊപ്പമാണ് എന്ന് തെളിയിക്കേണ്ടത്. അല്ലാതെ ഒരു പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഇതൊന്നും അവസാനിക്കുകയില്ല.